കാദംബരി പുഷ്പത്തടത്തിൽ കൗമാരം കൊരുത്തതാണീ മാല്യം കാമമാം കുരങ്ങിൻ മാറി. കാണാമല്ല ഞാൻ ഒരുങ്ങുന്നത്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്തിനാ അച്ഛമ്മ ദേഷ്യപ്പെടുന്നത്? അല്ലെങ്കിൽ കൊച്ചുമോളോടൊന്നും മക്കളോടൊന്നും വലിയ സ്നേഹമൊന്നും ഇല്ലല്ലോ. സരിതപ്പിച്ചിയുടെ മോളോട് ഭയങ്കര സ്നേഹമാണ്. എനിക്ക് അങ്ങനൊന്നുമില്ല. എനിക്ക് എല്ലാ കൊച്ചുമക്കളും ഒരുപോലെ തന്നെയാണ്. എന്നിട്ട് എല്ലാ കൊച്ചുമക്കളും ഒരുപോലെ ആയിട്ടാണോ ആ പാവ സഞ്ജുവിന്റെ പ്രേമം പൊട്ടിക്കാൻ നടന്നത്? വിമലയുടെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ ചേട്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതിന് അവൻ വിമലേനല്ലല്ലോ, വിമലയുടെ കൊച്ചുമോളെ പ്രേമിക്കാൻ പോണേ. എടി അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നാലേ ആദ്യം ചവിട്ടി പുറത്താക്കുന്ന ആരെയാന്ന് നിനക്ക് അറിയാവോടി? അച്ഛമ്മ എന്നെയാണോ? എന്നെയല്ല, നിന്നെ നിന്റെ ചേച്ചിനെ. ഞങ്ങളെയോ? അച്ഛമ്മ അച്ഛമ്മ ഇതൊന്ന് തിരിച്ചാലോചിച്ച് നോക്കി. ആലോചിച്ചു. ആ ഇപ്പൊ ശരിയായില്ലേ? നിന്റെ അച്ഛനെ അമ്മയും ചവിട്ടി പുറത്താക്കുന്ന കാര്യല്ലേ നീ ആലോചിക്കാൻ പറഞ്ഞത്? ഓ അതല്ല പിന്നെ ഏതാ? അച്ഛമ്മ ഞാനും എന്റെ ചേച്ചിയും കൂടി ആ കൊച്ചിനെ ചവിട്ടി പുറത്താക്കുന്ന ആലോചിച്ച് നോക്കി. അത് കൊള്ളാലോടെ. ഓരോ ചവിട്ടിലും ആ വിമല അമ്മൂമ്മയുടെ നെഞ്ചതരിയും കൊള്ളുന്നത്. ഓ എന്റെ മോള് മിടുക്കത്തിയാണല്ലോ. നിന്നെ ഒന്നിനും കൊള്ളില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്റെ കൃഷ്ണമോള് മിടിക്കുക. അതെങ്ങനെയാ? പാപ്പാടി സരസ്വതി അമ്മയുടെ കൊച്ചുമോളല്ലേ ഞാൻ. നിന്റെ തള്ളയുടെ സ്വഭാവം നിനക്ക് കിട്ടിയിരിക്കുന്ന പേപ്പാടി ചാച്ചത്തിയമ്മയുടെ അല്ല. ആ അതൊക്കെ വിട്. അച്ഛമ്മ പോയി ആ പാവ സഞ്ജുവിനെ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അവൻ പ്രേമിക്കട്ടെ. അവളെ പ്രേമിക്കാനുള്ള എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു കൊടുക്കും എന്റെ സഞ്ജു മോനോട്. കേട്ടോ? പോട്ടെ പോട്ടോ പോട്ടോ. നടന്നാ മതിയായിരുന്നു. അമേരിക്കയൊക്കെ ഒന്ന് പോയാ മതിയായിരുന്നു. പിന്നെ തലവേദന എടുത്ത് എങ്ങനെ ഇരിക്കുക? തലവേദന എടുത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കൂടും. തലവേദന കൂടിക്കൊണ്ടിരിക്കും. ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ വീടിന് ചുറ്റും 4 റൗണ്ട് അങ്ങ് ഓടാം. അടിപൊളി. അല്ല ഓടണ്ട, നീ ഇറങ്ങി ഒന്ന് നടന്നാൽ മതി. അപ്പൊ ഈ വെട്ടവും വെളിച്ചമൊക്കെ തലക്കടിക്കുമ്പോഴേ ആ തലവേദന ഒന്ന് കുറയും. നിങ്ങൾ പോയിട്ട് നിൽക്കും വെയിലത്ത്. ഞാൻ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല. ഇനി ഇതിനകത്ത് ഇങ്ങനെ കുത്തിയിരുന്നാൽ വല്ല അസുഖം കൂടത്തേ ഉള്ളൂ. ഞാൻ കിടക്കട്ടാ? ഈ മുറിക്കകത്ത് ഇങ്ങനെ കുത്തിയിരുന്ന അസുഖം കൂടുമെന്നാ ഞാൻ പറഞ്ഞത്. അതെ ഒരു ചായ ഇട്ടില്ല, എനിക്കൊരു വല്ലായ്മ. എനിക്ക് തലക്കെന്തോ വേദന പോലെ. ചായ കുടിച്ചാൽ മാറും. അപ്പൊ ഞാനും തലവേദനയായിട്ടല്ലേ ഇരിക്കുന്നേ. നമുക്ക് രണ്ടുപേർക്കും ചായ ഇട്ടോ. അപ്പൊ നിങ്ങളല്ലേ എനിക്ക് ഫസ്റ്റ് ചായ ഇട്ട് തരേണ്ടത്. നിങ്ങൾ പോയിട്ട് 2 ഗ്ലാസ് ചായ ഇടും, പിന്നെ ഒന്ന് എനിക്കും കൊണ്ടുപോവാ. അറിയാനൊന്നും വയ്യ പോ. ചായ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടുന്നത്. ചായ അടിപൊളി ടേസ്റ്റാണ്. ആ ചായനോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് എന്നോടുണ്ടോ? കുറച്ച് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം എന്നോട് ഇത് പറയുമായിരുന്നു. നീ ഇവിടെ നിന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങട്ടെ, അപ്പം തലവേദനയൊക്കെ മാറട്ടെ, അസുഖം മാറട്ടെ എന്ന് പറഞ്ഞ് നല്ല ഉദ്ദേശിച്ച് പറഞ്ഞതാ. അമ്മയും പെങ്ങളും അപ്പുറത്തില്ലേ, അവരോട് പറ 1 ഗ്ലാസ് ചായ ഇട്ട് തരാം. അയ്യേ എടി അമ്മയുടെ ചായ, അമ്മയുടെ പെങ്ങളുടെ ഒന്നും ചായ ഒന്നും കൊള്ളത്തൊന്നുമില്ല. ചുമ്മാ കാടിവെള്ളം പോലിരിക്കും. അത് കുടിക്കാൻ പറ്റുമോ? അതല്ല ഞാൻ പറഞ്ഞു തന്നെ. നിങ്ങൾ പോയിട്ട് 2 ഗ്ലാസ് ചായ ഇട്ടിട്ടോ. എനിക്ക് തല ഇങ്ങനെ വെട്ടിപ്പൊളക്കുന്ന ഇങ്ങനെ ഒച്ചയിടാൻ പറ്റുന്നില്ല. വിട്. നീ അപ്പൊ ഇവിടെ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കാൻ തീരുമാനിച്ചു? അല്ല ഞാൻ എണീറ്റ് ഡാൻസ് കളിക്കാം. തലവേദന എടുക്കുന്നു പറഞ്ഞിട്ട് കളിക്കട്ടാ? എഴുതോ തല പൊക്കണ്ട, തല താത്തിയിരുന്നോ. ഈ ചേട്ടന് വെള്ളമുണ്ടിന് വളരെ വല്ല പാൻറ്റോ ജീൻസ് ഇട്ടാ പോരെ? ഇത് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇത് ഇങ്ങനെ ഞാൻ വെളുപ്പിക്കുന്നത്. നീ തുണിയൊക്കെ അലക്കോ? ഞാൻ നിന്നെ പോലെ അലക്കും കുളിയില്ലാണ്ട് നടക്കണതല്ല. ഒയ്യോ ഇവക്ക് ഒരു മാറ്റമല്ല, എപ്പോഴും തമാശ. തമാശതല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. പണ്ട് നീ കുറെ കാര്യമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രകാശിയുടെ പെങ്ങളായതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടതാണ്. അല്ലെങ്കിൽ നീ എന്നെ പുളുത്തു പോടേ കിടന്നു. അല്ലേലും ഉണ്ടല്ലോ ഈ പുറമേ ധൈര്യം കാണിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഉള്ളിൽ പാവായിരിക്കും. അതിന് നീ എന്റെ ധീരത നടക്കാൻ വന്നതാ. നീ സൂക്ഷിക്കണം നല്ലതാണ് കേട്ടോ. എന്തിന്? നാട്ടിൽ കൊള്ളക്കാരെ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് പേടിയില്ല കൊള്ളക്കാരെ, കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാരൻ എന്റെ മുന്നിലുണ്ടല്ലോ. അലക്ക് നന്നായിട്ട് അലക്ക്.
ഞാൻ തമാശ പറയാറില്ല, കാര്യം മാത്രം പറയാറില്ല. അത് മനസ്സിലായി. എടിച്ചരുതേ, ഞാൻ സഞ്ജുവിനെ കണ്ടോടി. ഞാൻ കണ്ടില്ല അമ്മേ. അവൻ എവിടെ പോയി? അല്ല പ്രകാശിന്റെ അമ്മ എന്തിനാ കുറെ നേരമായില്ല ഈ സഞ്ജുവിനെ അന്വേഷിച്ച് നടക്കണം? അല്ല നീ എന്തിനാ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കണ? പ്രകാശിയെ കാണാൻ വേണ്ടി വന്നു. ആ പ്രകാശ കാണണ്ട, പോയേ. ചായ കുടിച്ചിട്ട് പോകാന്ന് വെച്ചു. ചായ? എവിടുന്ന് ചായ? എടാ നീ ചായ കുടിക്കാൻ നിൽക്കണോ? എന്ത് തള്ളേടി? എന്താടാ നീ പറഞ്ഞ? എന്താ പറഞ്ഞ? അല്ല 5:30 ഒരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അത്യാവശ്യമായിട്ട് പോണെന്ന് പറയായിരുന്നു. ആ എന്നാ എളുപ്പം വിട്ടോ. പോട്ടെ അമ്മ. ആ പോയി സ്ഥലം കളിയാക്കട. പോ. ഡീ നീ അവനെ ശ്രദ്ധിച്ചോണം, അവൻ ആളത്ര ശരിയല്ല. എനിക്കറിഞ്ഞൂടെ? നിനക്ക് അറിഞ്ഞ പോരാ, ശ്രദ്ധിച്ചാൽ നിനക്ക് നല്ലത്. ഞാനവിടെ കൊണ്ടാകുന്നില്ല, അവൻ ഇവിടെ വന്ന് വേണ്ടിയിട്ടാ. എടാ നീ എന്തിനാ പിന്നെ ഇങ്ങോട്ട് കയറി വരുന്ന അറിഞ്ഞോ? അവളോട് ബൈ പറയാൻ മറന്നു പോയി. അവളോട് തന്നെ നീ ബൈ പറയുന്ന? ക്ലാസ്മേറ്റ് അല്ല അമ്മ. അത് പണ്ട്, ഇപ്പം ബൈ ഒന്നും വേണ്ട കേട്ടോ. അല്ലൊരു ബൈ കൊടുത്തേക്കാം. ബൈ. സൂക്ഷിക്കണം കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ കൊള്ളക്കാര സംഭവം. എനിക്ക് പണിയൊന്നുമില്ല, ആരും പോയവിടുന്ന്. പറഞ്ഞോളൂ. നീ പിന്നെന്തിനാടി അവനോട് ബൈ കൊടുക്കാൻ പോയത്? അല്ല ഒരാള് വരുമ്പോ സംസാരിക്കുമ്പോ അത് ശരിയല്ല, അവനെ എനിക്ക് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ഇങ്ങോട്ട് വന്ന് മിണ്ടുമ്പോൾ ഇരിക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും പോട്ടെ അമ്മ, വിട്ടാളാ. വിട്ടുകളയാൻ ഞാൻ ആ സഞ്ജുവിനെ ഒന്ന് തപ്പിയിട്ട് വരട്ടെ. എടാ സഞ്ജുവേ, ഈ ചെറുക്ക എവിടെ പോയി കിടക്കുവാ? ആ നീ ഇവിടെ വന്ന് എന്താടോ ഇരിക്കുന്നു? പിന്നെ അവിടെ പോയിരിക്കാനേ. എന്തു പറ്റി മക്കളെ? അച്ഛമ്മയുടെ മോൻ ചുമ്മാ എന്നെ തല്ലി. ആര്? അവനോ? പ്രകാശനോ? ആ അച്ഛൻ തന്നെ. ഒരു കാര്യമില്ല, ചുമ്മാ തല്ലിയിട്ട് പോയി. സാരമില്ലടാ, ഞാൻ അവനോട് ചോദിക്കാം. ചോദിച്ചാൽ മാത്രം പോരാ, എനിക്ക് കിട്ടിയ കൊടുക്കാൻ വേണം. നല്ല അടി വെച്ച് കൊടുത്തോളാം അച്ഛമ്മ, എന്തേ കേട്ടോ. ആ പിന്നെ മക്കളെ, ആ വിമലയുടെ പെൺകൊച്ചിനെ കാണാൻ എങ്ങനെയുണ്ട്? ആ കൊച്ചുമോളെ കാണാൻ എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ അപ്പോൾ അവളുടെ കേസൊക്കെ വിട്ടു. അച്ഛമ്മക്ക് ഇഷ്ടമല്ലോ, അതുകൊണ്ട്. വിടരുത്, നീ അവളെ തന്നെ അങ്ങ് പ്രേമിച്ചോടാ. പിന്നല്ലേ? അവളെ പ്രേമിക്കാനാ? പ്രേമിച്ചോ? ശരിക്കും? പിന്നെ അച്ഛമ്മക്ക് സമ്മതമാടാ. അപ്പൊ അച്ഛമ്മ മറ്റേ വിമല മൂമ്മ തമ്മിലുള്ള വിഷയമൊക്കെ മാറിയാ? ഓ മാറിയിട്ടൊന്നുമില്ല. ആ അതൊക്കെ പോട്ടെ, നീ എന്നാലും വേണ്ടില്ല അവളെ അങ്ങോട്ട് വളച്ചോ. ശരിക്കും? പിന്നെ അച്ഛമ്മയ്ക്ക് 100 വട്ടം സമ്മതാടാ. അവളാണെ കാണുന്നില്ല സുന്ദരി അച്ഛമ്മ. ആണോ? ആ എന്നാ സുന്ദരി അല്ലെങ്കിലും ഒന്നും വേണ്ടില്ല. നീ എന്റെ മോൻ അവളെ അങ്ങ് പ്രേമിച്ചങ്ങോട്ട് വളച്ചെടുക്കണം ചക്കരമുത്തേ. പിന്നെ പക്ഷെ ഉണ്ടല്ലോ, അവൾ ഇട്ട് നോക്കാൻ നല്ല സൂപ്പർ ഡ്രസ്സൊക്കെയാ, ഫുൾ അമേരിക്കൻ മേഡ്. ഞാൻ ചുമ്മാ ഇതൊക്കെ ആയിട്ടായിരുന്നു അവളൊന്നും വളർത്തുന്നത്. എന്റെ മോൻ എന്തിനാ വിഷമിക്കുന്നത്? അച്ഛമ്മ മേടിച്ചു തരാൻ മോന് നല്ല ഒന്നാന്തര ഡ്രസ്സ്. ശരിക്കും? പിന്നെ എടാ ഡ്രസ്സ് മാത്രമല്ല, എന്റെ കുഞ്ഞിന് നല്ല ഷൂ മേടിച്ചു തരാം. പൊന്നു മോനല്ലേടാ. അവളെ ഞാൻ ശരിക്കും വളയ്ക്കും. ആ മിടുക്കൻ എന്റെ ചക്കരമുട്ട്. എങ്ങനെയാ വളയ്ക്കേണ്ടെന്ന് നിനക്കറിയോ? എനിക്കറിയാം, പക്ഷെ അച്ഛമ്മയ്ക്ക് അറിയാലോ. അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നാൽ മതി, ഞാൻ വളയ്ക്കും. എല്ലാ സീക്രട്ടും അച്ഛമ്മ എന്റെ പോലെ പഠിപ്പിക്കാം. നീ വളച്ചെടുക്കണം കേട്ടോ. വളച്ചൊടിക്കും. ഓടിക്കും. എപ്പോഴും അവിടെയൊക്കെ പോയി നിന്ന് ഷൂളപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ. ഞാൻ പോയി ഒരു ഹായ് അയച്ചിട്ട് വരാം. ആ ഹായ് അയച്ചിട്ട് അവള് റിപ്ലൈ എന്താന്ന് എന്നോട് പറയണം കേട്ടോ. എടി വിമലേ, നിന്റെ കൊച്ചുമോള് എന്റെ കൊച്ചുമോനെ വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കും. അപ്പൊ ഞാൻ അവനെ കൊണ്ട് പറയിക്കും എനിക്ക് അവളെ ഇഷ്ടമല്ല. എങ്ങനെ ഇരിക്കും? നമുക്കുള്ള പണി എങ്ങനെ കൊതുക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുക. ചേച്ചി തലവേന കുറവുണ്ടാ? ഓ അങ്ങനെ പറയത്തൊക്കെ കുറവൊന്നുമില്ല. എടിയാ കാപ്പി കൊടുക്കടി. മാമേ ഞാനേ ഇഞ്ചിയും തുളസിയിലേക്ക് ഇട്ട് തിളപ്പിച്ച അടിപൊളിയാ, കുടിച്ചോ. തലവേനയൊക്കെ പമ്പാടക്കും. നടി തിന്നാൻ എന്തെങ്കിലുമോ? പച്ചമരുന്നമ്മേ കൊടുത്തേ അമ്മയ്ക്ക് കഴിക്കാൻ. അത് നീ എന്നെ തിന്നാ മതി. നല്ലതായിരുന്നു. ഇല്ലേ ചേച്ചി കാപ്പി കുടിക്കും. ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നെറ്റിയിൽ വരട്ടാം. പമ്പ കിടക്കും, പെരിയാറും കിടക്കും. എന്താ കുടിക്കുന്നത്? ചുക്ക് കാപ്പിയേട്ടാ, ചേച്ചിക്ക് ഭയങ്കര തലവേദന. തുളസി അല്ലേ? ചവച്ചിന് നല്ല. എനിക്ക് ചെറിയൊരു തലവേദന പോലെയൊക്കെ ഉണ്ട്. എനിക്കൊരു ചായ ഇട്ട് തരാമോ? അയ്യോ ഇത്ര നേരമായിട്ട് നിങ്ങൾക്ക് ചായ കിട്ടിയില്ലേ? ഡേ അച്ഛന് ചായ കൊടുത്തറി. അപ്പച്ചി ഇട്ട് കൊടുക്ക്, അപ്പച്ചിയുടെ ആങ്ങളല്ലേ. ഞാൻ രാവിലെ മുഴുവൻ തുണി അലക്കിയില്ലേ, ഇനി നീയാണ് ചായ ഇട്ട് കൊടുക്കേണ്ടത്. ഉണ്ടാക്കി കൊടുക്ക്. ഞാനാകും വരെ കടിച്ചില്ലേ. ആഹാ എടി ഞാനല്ലേ മൂത്തത്, ഞാൻ പറഞ്ഞ നീ കേട്ടാ മതി. ചായ ഇട്ട് കൊടുക്ക്. ആ ഞാൻ അപ്പച്ചികളല്ലേ ഇതല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പച്ചി കേട്ടാ മതി. ഡേ നിർത്ത്. ഇപ്പൊ നിങ്ങളെ രണ്ടുപേരെക്കാളും മൂത്തത് ഞാനാണല്ലോ. നീ പോയി ചായ ഇട്ടുണ്ടോ? തുറ്റാച്ചോ പടി
പൊടി പൊടി പോയി ചായ ഇട്ട് കൊടുക്കടി. മധുരം കുറച്ചിട്ടാ മതി അച്ഛന്. ഓ നീ എന്തിനാടി ഇവിടെ ഇരിക്കുന്നത്? ചേച്ചിയുടെ നെറ്റിയിൽ ഇത് പരട്ടി കിടക്കാൻ. അവള് കുടിച്ചോണ്ടിരിക്കുകയല്ലേ? അല്ല അത് കുടിച്ചു കഴിഞ്ഞിട്ട് പരറ്റും. ആ കെട്ടിയവനായിട്ട് ഞാനിവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഇട്ട് കൊടുത്തോളാം. നീ അങ്ങ് പൊക്കോ. ചേച്ചി അങ്ങോട്ട് താ, നീ പൊക്കോ. ഓ ഒരു ഭാര്യയും ഭർത്താവും. ചേച്ചി ശരിയപ്പ. നീ ആ അലമാരി പൂട്ടി വെച്ചിരിക്കുകയാണോ? അങ്ങനെ പൂട്ടിയേ? അത് നിങ്ങളെ അമ്മ സരിതക്ക് സാരിയൊക്കെ എടുത്തു കൊടുക്കും, ഞാൻ അറിയാതെ. അതുകൊണ്ട് മനഃപൂർവ്വം പൂട്ടി വെച്ചത് തന്നെ. അയ്യോ എന്തൊരു മനസ്സാടി ഇത്. ഇത് നിനക്ക് തലവേദനയാന്നും പറഞ്ഞ് അവളെ ഏതാണ്ടൊക്കെ അരച്ച് പച്ചമരുന്ന് കൊണ്ട് ഇവിടെ ഇരുന്നതേ ഉള്ളൂ. അവക്ക് സാരി കൊടുക്കുന്നില്ല, നിനക്ക് കൊതിക്കറും അല്ലേ? അതിന് മറ്റേ ആ ചൊറിയുന്ന ഇലയെല്ലാം ഉണ്ടാവും, അവളല്ലേ അരച്ചത്. അതെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നത്. പറഞ്ഞു. നമ്മുടെ വേണുക്കുട്ടന്റെ മാമൻ ഇന്നലെ കാണയിൽ വീണിട്ട് പുള്ളി ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് പൈസ നിന്നോട് ചോദിച്ചിട്ട് നീ കൊടുത്തില്ലല്ലോ. അതിനെ കുടിയന്മാരെ ചികിത്സിക്കാൻ വേണ്ടി ഞാൻ പൈസ കൊടുക്കുന്നേ? അത് കൂടിയന്മാരൊന്നും അല്ല, നീ സംശയം പറയുന്നതല്ലേ. അയാളാണ്ട് കാല് വഴുതി കാണാൻ വീണതോ പറ്റിയ. ആ പിന്നെ നീ പൈസ കൊടുക്കാത്തത് കൊണ്ടിട്ട് ഞാനേ നിന്റെ അലമാരിക്കകത്തിരുന്ന ആ 2 ജിമിക്കിയില്ലായിരുന്നോ, അതിലൊരു ജിമിക്കി എടുത്ത് വേണുക്കുട്ടനെ ഞാൻ പണയം വെക്കാൻ കൊടുത്തു. എൻ്റെ ജിമിക്ക് എടുത്ത്. അപ്പൊ അതും പോയല്ലേ? അവൻ കൃത്യമായിട്ട് ഇന്ന് തന്നെ ആ പൈസ അടച്ച് ജിമിക്കി എടുത്ത് തരാമെന്ന് എന്നോട് പറഞ്ഞു. ആ ജിമിക്കി എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. അത് നീ അറിയാതെ തിരിച്ചു കൊണ്ട് വയ്ക്കാൻ വേണ്ടി ഞാൻ അലമാരി ഒന്ന് തുറക്കാൻ നോക്കി. ഇത് എടുക്കുന്ന സമയത്ത് എന്താ എന്നോട് ചോദിക്കാൻ? ഞാൻ നീ ഇവിടെ കലിതുള്ളി നിൽക്കുകയല്ലായിരുന്നു, പൈസ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു. പിന്നെ നിന്നോട് ചോദിച്ചിട്ട് എങ്ങനെ കൊടുക്കാനാ? അവൻ ഡീസൻ്റാ നീ വേണുക്കുട്ടൻ. എപ്പോൾ എന്ത് ചോദിച്ചാലും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. കാരണം അവൻ പറഞ്ഞ സമയത്ത് അവൻ തിരിച്ചെടുത്തു തന്നു. മാറ്റമൊന്നുമില്ല. സ്വർണ്ണ ഇതിട്ട് തരട്ടെ, തലവേന മാറും. ഞാനിട്ട് തരാം. അല്ല ഞാനിടാം, ഞാൻ ഇട്ടോളാം എൻ്റെ നെറ്റിയിൽ. എനിക്ക് ഏറ്റവും വലിയ തലവേദന ആരാന്നറിയാം? നിങ്ങളാ. അയ്യോ മനുഷ്യനൊരിക്കലും സത്യം പറയരുത്. അയ്യോ ഈ പെണ്ണിന്റെ ഒരു കാര്യം ഫോളോ ചെയ്തേക്കാം. അവിടെ ഇരുന്നിട്ട് കൊടുക്കാനോ തോന്നുന്നു എനിക്ക്. കൃഷ്ണ നീ ആ ഹെഡ്സെറ്റ് എടുത്തോണ്ട് എന്റെ ഹെഡ്സെറ്റ് അവിടെ ഇരിപ്പുണ്ട്, എടുത്തുണ്ടോ? എവിടെ ഇരിക്കുന്നേ? മേശമേണ്ട അവിടെ. ആ ശരി. നിനക്കെന്താ ഹെഡ്സെറ്റ് പോയി എടുത്താല്? ഞാൻ ചേച്ചിയോടാണോ പറഞ്ഞത്? അല്ല നിനക്ക് പോയി എടുത്താൽ എന്താന്നാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ എൻ്റെ ചേട്ടൻ്റെ മോളോടല്ലേ പറഞ്ഞത്? കാലിന്റെ മേലെ കാലും എടുത്തിട്ട് ആജ്ഞാപിക്കാൻ വേണ്ടിട്ട് ഇത് നിന്റെ മോളല്ലേ എൻ്റെ മോളാ? ഞാനേ രാജാവാണ്, അല്ലെ രാജ്ഞിയാണ്. ഞാൻ ഭരിക്കും, ഇവിടെ എല്ലാം ആജ്ഞാപിക്കുകയും ചെയ്യും. പോയി എടുത്തോളാടി. ഈ രാജാവും രാജ്ഞിയല്ല അവരവരെ വീട്ടിൽ, അല്ലാണ്ട് ഇവിടെ അല്ല ചെലവാക്കല്. കാലത്തോക്കടി. കാല് ഞാൻ താഴ്ത്തി വെക്കില്ല, ഞങ്ങൾ എൻ്റെ മോളിൽ തന്നെ വെക്കും. എൻ്റെ കാലം എൻ്റെ മേത്ത് വെക്കും. നിങ്ങൾക്ക് എന്താണ്? നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഹെഡ്സെറ്റ് എടുക്കാൻ? നിങ്ങളോടല്ല പറഞ്ഞത്? ചേച്ചി നിങ്ങളുടെ ഉള്ളണ്. ഇവിടുന്ന് ഒരുപാട് കിലോമീറ്റർ ഒന്നും അങ്ങോട്ടൊക്കെ പോണ്ടല്ലോ. നടന്നു പോയി എടുത്തിട്ട് വാ. നീ എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ. എന്തോന്ന് അമ്മ, നിങ്ങൾ എന്തിനാണ് ഈ കാര്യത്തിന് അടി ഉണ്ടാക്കുന്നേ? അപ്പച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഹെഡ്സെറ്റ് അല്ലേ വേണ്ടത്? അത് കിട്ടിയ പ്രശ്നം തീരുമല്ലോ. തീരും. ആ എടുത്തോണ്ട് വരാം. കൃഷ്ണ ഇങ്ങോട്ട് വാ. നീ അവിടെ പോയിരുന്നേ, അവിടെ ഇരിക്ക. അമ്മയ്ക്ക് അവിടെ ഇരിക്കാനാ ഞാൻ പറഞ്ഞത്. ഇരിക്കേ. അവള് പോകുന്നില്ല, പോയിട്ട് എടുത്തിട്ട് വാ. എടി നീ നിന്റെ അമ്മ പറയണ കേക്കണ്ട, ധൈര്യമായിട്ട് പോയിട്ടുണ്ട് വാ. അപ്പച്ചിണ്ട് കൂടെ. ഒരു ഹെഡ്സെറ്റ് അല്ലേ അമ്മ, ഒരു ചെറിയ ഹെഡ്സെറ്റ്. പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. മോളെ നീ ഇപ്പൊ ചെല്ലു മോളെ. ഒന്ന് ഇതിലെ പൊക്കോ, അതിലെ പോണ്ട. കണ്ട അവൾക്ക് എന്നോട് സ്നേഹമുണ്ട്. അവള് ഞാൻ പറയണ കേൾക്കണണ്ട. എനിക്ക് ആരോടാ സ്നേഹം? എന്നോടാണോ സ്നേഹം, അവളോടാണോ സ്നേഹം? അതിപ്പോ രണ്ടുപേരെടുത്ത് സ്നേഹമുണ്ട്. അല്ലെ ഞാൻ നിന്റെ അമ്മയല്ലേ? അല്ലേ? ആ അപ്പൊ ഞാൻ പറയുന്നതല്ലേ നീ അനുസരിക്കേണ്ടത്? അതെ, രണ്ടുപേര് പറയണ അനുസരിക്കണം.
അല്ല അങ്ങനെയല്ല, ഞാൻ പറയുന്നത് മാത്രം അനുസരിക്കണം. അത് പറ്റില്ല, അപ്പച്ചി പറയുന്നത് മാത്രം അനുസരിക്കണം. അപ്പച്ചിക്ക് എന്റെ കയ്യും കാലും ഒന്നും ഇല്ലേ? വേണമെങ്കിൽ പോയി എടുത്തോ ഹെഡ്സെറ്റ്. കൃഷ്ണേ, എങ്ങനെയുണ്ട്? എൻ്റെ പൊന്നു മോള് ഞാൻ പറയുന്നതേ അനുസരിക്കത്തുള്ളൂ. അല്ല മക്കളെ, വാ മക്കളെ, പിടിക്കടി. ഇതെന്താ എനിക്ക് അത് തൂത്തോ? എൻ്റെ പൊന്നു മോളിങ്ങി വാ, വാ മക്കളെ. ആ എന്തിയടി? ആര്? ഞാൻ പറഞ്ഞെന്നോ? എന്റെ കുഞ്ഞ ഞാൻ അങ്ങനൊന്നും പറയില്ല. എടി എനിക്കങ്ങനെ പറയാൻ പറ്റൂടി അങ്ങനെ? അയ്യോ എന്തൊക്കെയാ ഞാൻ ഈ കേക്കണേ? ആരാ പറഞ്ഞെന്നാ പറഞ്ഞത്? അവനോ? എടി ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു കാര്യം എന്റെ അനിയനെ പറ്റി പറയത്തുമില്ല. എന്തൊക്കെയാണ് ഈ കേക്കണത് ദൈവമേ? ഞാൻ ഇന്ന് അവനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഇന്ന് അവൻ ഇല്ല ഇല്ല നീ അതൊന്നും പറയണ്ട, ഈ കുടുംബം കലക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ലടി. ഇത് അവനോട് ചോദിക്കും ഞാൻ. ഇല്ലടി ഞാൻ പറയത്തില്ല, ഇല്ല പറയില്ല, സത്യം. കുരുത്തം കെട്ടവൻ. ആരാ അച്ഛമ്മ കുരുത്തം കേട്ടെന്ന് വിളിക്കണേ? എന്റെ മകനായ നിന്റെ തന്ത. എന്റെ അച്ഛനെ ഇതിനെ കുരുത്തം കേട്ടെന്ന് വിളിക്കണേ? അതെന്താണെന്നറിയോ? എന്താണ്? എന്റെ മനസ്സിൽ പോലും കാണാത്ത കാര്യം എന്റെ അനിയനെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. എന്താ കാര്യം? എടി എന്റെ അനിയനാണ് കുടുംബസ്വത്തൊക്കെ കൈയടക്കി വെച്ചിരിക്കുന്നത്, എനിക്കൊന്നും തന്നില്ലാന്ന്. അച്ഛമ്മ ശരിക്കും അങ്ങനെ പറഞ്ഞാ? പിന്നെ എനിക്കതല്ലേ പറയുന്ന. എടി എനിക്ക് കിട്ടാനുള്ള വീതമൊക്കെ ഞാൻ നേരത്തെ മേടിച്ചോട്ടു. ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. അല്ല അച്ഛമ്മ അതിന് പിടിക്കാന്ന് എനിക്കറിയാം. അതെ, അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കണ്ടെങ്കിൽ എന്തായാലും അച്ഛനോട് ചോദിക്കണം. എടി അങ്ങനെ ചോദിക്കാനും പറ്റൂലടി. എന്താണ്? എടി അവനെ അവന്റെ ഭാര്യയോട് പറഞ്ഞിരിക്കുന്നത് ഇത് ആരോടും പറയരുതെന്നും പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാനത് ചോദിക്കാൻ ചെന്നാൽ അത് വലിയ വിഷയത്തിലേക്ക് കിടക്കും. അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. ആരോടും പറയരുതെന്ന് പറഞ്ഞ കാര്യം അച്ഛമ്മോട് പറഞ്ഞില്ലേ? അപ്പൊ അച്ഛമ്മയ്ക്ക് സുഖമായിട്ട് പറയാം, കുഴപ്പമൊന്നുമില്ല. ഇല്ലേ? ഇല്ല. എനിക്ക് അവനോട് ചോദിക്കാവോ? പിന്നെ ഉറപ്പായിട്ട് ചോദിക്കണം അച്ഛമ്മ. അത് എന്നാ ഞാൻ ഇന്ന് അവനോട് ചോദിക്കൂടി. ഞാൻ ഒന്നും അറിയാത്ത കാര്യങ്ങളൊക്കെ അവൻ എന്തിനാടി ഇങ്ങനെ വിളിച്ചു പറയുന്നേ? എന്തിനാ? കുടുംബം തെറ്റിക്കാനായിട്ട്. പിന്നെ വെറുതെ അല്ല എന്നോട് പുഷ്പ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയുന്നത്. ചുമ്മാ ഏഷണി പറയുക, അതുകൊണ്ട് തന്നെ അവന്. അതന്നെയാണ്. കൊടുക്കാട്ടി ഞാൻ ഇന്ന് അവനിട്ട് കൊടുക്കട്ടെ. എടാ എനിക്കും കൂടി താടാ, നീ മാത്രം ഇങ്ങനെ തിന്നോണ്ടിരിക്കാതെ. അയ്യോ ഞാൻ കഴിച്ചെന്റെ മക്കൾക്ക് തമ്പുരാട്ടി കഴിക്കുവോ? അതെന്താ നീ എന്റെ ആങ്ങളല്ലേ, ഞാൻ കഴിക്കും. ഞാൻ 2 ദിവസമായി വല്ല വെച്ചിട്ട്. ഇതെന്തിനാ എനിക്ക്? ഞാൻ വല്ലവിടെ വെച്ചാൽ ഞാൻ കഴിക്കുള്ളൂ. ഇത് തന്നെ തന്നത്. നിനക്ക് എന്തുവാടേ? നിനക്കൊന്നും വേണ്ട വല്ലവിടെ വെച്ചാലും. സഞ്ജു, നീ എവിടെ ഇരിക്ക? അപ്പത്തേക്ക് വാങ്ങണോ? എനിക്ക് വാങ്ങൊന്നും വേണ്ട. പിന്നെ എടാ, ഞാനൊരു കൂട്ടുകാരിയുടെ കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഏത്? എന്റെ 5 സ്റ്റാർ ഹോട്ടൽ നടത്തുന്ന കൂട്ടുകാരി. അപ്പച്ചി എന്നോടത് പറഞ്ഞത്, അവന്റെ അടുത്തല്ല. ആരോടെ എനിക്ക് ഓർമ്മയൊന്നുമില്ല ആരോടത് പറഞ്ഞതൊന്നും. എന്തായാലും അവള് ഹോട്ടൽ തുടങ്ങാൻ പോവാ. ആണോ? എന്നിട്ട് അപ്പൊ നിന്നോട് പറഞ്ഞത് ഞാൻ വിചാരിച്ചേ. നിന്നോടായിരുന്നില്ല അല്ലേ? അവള് പറഞ്ഞില്ല, അവളോടാ പറഞ്ഞത്. അപ്പച്ചി കാര്യം പറ, എന്തോ സംഭവം? ഒന്നുമില്ല, അവര് പുതിയൊരു ഹോട്ടലും കൂടി തുടങ്ങാൻ പോകണ്ട എന്നെ വിളിച്ച് പറഞ്ഞപ്പോ. ഞാനിപ്പോ എന്തോ ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് പറഞ്ഞൂടാ. അപ്പച്ചി അവിടെ ജോലി സാധ്യതയൊക്കെ ഉണ്ടാവൂലേ? അപ്പച്ചി ഇവളിവിടെ ചുമ്മാ ഇരിക്കുവല്ലേ ഈ ഹോട്ടൽ മാനേജ്മെന്റ്. അവളെ ഒന്ന് കയറ്റി വിട്, രക്ഷപ്പെട്ട് പോട്ടെ. അവളെ ഞാൻ കയറ്റി വിടാൻ ഞാൻ ആരെയും റെക്കമെൻഡേഷൻ ഒന്നും നടത്തുന്നില്ല. എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. പക്ഷെ പാവ അപ്പച്ചി, ഇവള് ചുമ്മാ ഇരിക്കുകയല്ലേ. അവളെ അവൾക്ക് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പൊ ഒന്ന് സംസാരിക്കും കൂട്ടുകാരിയോട്, അവളെ പോട്ടെ. ഞാനങ്ങനെ ചെയ്തിട്ട് എനിക്ക് എന്ത് കാര്യം? എന്നെ ആൾക്കാർ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ നിൽക്കല്ലേ. എന്ത് കാര്യം? ഇവക്ക് ശമ്പളം കിട്ടൂലേ? അപ്പൊ നമുക്കത് അടിച്ചു കൊടുക്കത്തില്ല എല്ലാവർക്കും കൂടെ. എനിക്കെന്ത് ലാഭം? ഇതെന്റെ വീടല്ലല്ലോ, എനിക്കൊരു ലാഭമില്ല. അങ്ങനെ പറയാതെ ഇവളുടെ മുഖത്തോട്ടൊന്ന് നോക്കിയ പാവ. അവളൊരു അവസരം നോക്കി 5 സ്റ്റാർ ഒക്കെ അല്ലേ, അവളെന്തായാലും പണിയെടുത്ത് ജീവിക്കട്ടെ. അല്ല ഒന്നുമില്ലടാ, ഞാനൊരു സന്തോഷ വാർത്ത നിന്നോട് പറയണമെന്ന് വിചാരിച്ചത്രേ ഉള്ളൂ. ശരി പോണൂട്ടാ. അല്ല ഇവളെ ജോലി നീ ഇങ്ങനെ ഇരിക്കാതെ അപ്പച്ചിയുടെ പുറകെ വീട്ടിൽ പണി സെറ്റാക്കാൻ നോക്കൂ പെണ്ണേ. എന്റെ പട്ടി പോവാ അപ്പച്ചിയുടെ പുറകെ. നിനക്ക് പട്ടിയുണ്ടോ? നീ ഉണ്ടല്ലോ, നീ പോയി കാലുടിക്ക്. നിന്റെ അച്ഛൻ ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. പോയി പുറകെ പോയി കാലി പിടിക്കടി. നീ പോടാ അവിടെ നിന്ന്, എനിക്ക് പിടിക്കാന്ന് വയ്യ. പണിയെടുക്കാൻ ചുമ്മാ തിന്നാണ് നിന്റെ പ്ലാൻ അല്ലേ? ഇത്രയ്ക്ക് ആറ്റിറ്റ്യൂഡ് കാണിച്ചാലേ ഞാൻ കാലൊന്നും പിടിക്കാൻ പോകത്തില്ല. വേണമെങ്കിൽ ഇങ്ങോട്ട് വരണം എന്റെ അടുത്ത്. ഇങ്ങോട്ട് ഇപ്പൊ വന്നല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞതൊക്കെ നീ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാ.
എടാ പോടാ ഇവിടുന്ന്. ആ കണ്ടില്ലായിരുന്നു ജാട. കുറച്ച് ചോള സാധിക്കും അതിലോട്ട് തുത്ത കിട്ടൂല തുത്ത അത്രയ്ക്ക് ബോധമുണ്ടോ? എടാ നിന്ന് പോയി വല്ല PSC ആണ് പഠിച്ചിട്ട് ഗവൺമെന്റ് ജോലി മേടിക്കാൻ നോക്കുക. എന്നെ പണിക്ക് പറഞ്ഞു വിടുന്നവൻ. അതൊക്കെ നോക്കിയിരിക്കുന്നതിന് നിന്റെ മൂക്കി പല്ലു വാങ്ങിയതാ. മാങ്ങയല്ല നീ ഇറങ്ങി പോക്കെ പോ. നീ വേണമെങ്കിൽ ഇറങ്ങി പോടാ. ഇത് എന്റെ മധുവിന്റെ റൂമാ. എനിക്കല്ല ജോലിയാണ് നിനക്കല്ലേ. ഒന്ന് പോയി കാല് പിടി പോ. ചക്കരയല്ലേ പോ. എനിക്ക് ജോലി വേണോ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ? നിന്റെ അടുത്ത് കെഞ്ചിയാ? ഇല്ലല്ലോ. അയ്യേ നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അപ്പച്ചിയുടെ കാല് പിടിക്കാൻ പോണില്ല. 5 സ്റ്റാർ ഹോട്ടല് നല്ല ശമ്പളം അതിൽ കൂടെ നിനക്ക് എന്തോ വേണം? ഞാൻ പോകത്തില്ല. ആലോചിക്ക് മാങ്ങ പിടിച്ചോണ്ട് ഞാൻ പോട്ടെ. ഈ ഒന്നാമത്തെ ലക്ഷണം ഞാൻ കാണും. വേറെ മാങ്ങ ഉണ്ടോ?